ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ മിനിറ്റുകളിൽ വരികയാണ്. എം.ആർ. അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റിയിരിക്കുന്നു. എസ് ഷീജ വിവരങ്ങൾ നൽകാൻ ഇപ്പോൾ ചേരുകയാണ്. ഷീജ, അന്വേഷിച്ച അതിൽ റിപ്പോർട്ട് വന്ന ശേഷം നടപടിയെന്ന് ആദ്യഘട്ടത്തിൽ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നതാണ്. ഇപ്പോൾ അങ്ങനെ ഒരു നടപടി ഉണ്ടാകുകയും ചെയ്യുന്നു. ഏത് നിലയിലേക്കാണ് പുതിയ മാറ്റം? എങ്ങനെയാണ് വിവരങ്ങൾ? തീർച്ചയായും അതായത് മുഖ്യമന്ത്രി അടിയന്തര നടപടി തന്നെ ഈ റിപ്പോർട്ടിൽ എടുത്തിരിക്കുന്നു. അതിൽ ADGP ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത് നിന്നാണ് ഇപ്പോൾ എം.ആർ. അജിത് കുമാറിനെ മാറ്റിയിരിക്കുന്നത്. ഇന്ന് മുഖ്യമന്ത്രിക്ക് ADGPക്ക് എതിരെയുള്ള അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ആ അന്വേഷണ റിപ്പോർട്ടിൽ ADGP എം.ആർ. അജിത് കുമാറിനെതിരെ ഗുരുതരമായ കണ്ടെത്തലുകളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ അടിയന്തര നടപടി ഇന്നിപ്പോൾ മുഖ്യമന്ത്രി സ്വീകരിച്ചിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ക്രമസമാധാന ചുമതല സ്ഥാനത്ത് നിന്നാണ് എം.ആർ. അജിത് കുമാറിനെ മാറ്റിയിരിക്കുന്നത്. പകരം ബറ്റാലിയനിലേക്കാണ് ഇപ്പോൾ ചുമതല മാറ്റിയേക്കുന്നത്. പകരം ചുമതല മനോജ് എബ്രഹാമിനാണ് നൽകിയിരിക്കുന്നത്. ഇന്റലിജൻസ് ADGP ആണ് മനോജ് എബ്രഹാമിനാണ് ഇപ്പോൾ ക്രമസമാധാന ചുമതല കൂടി നൽകിയിരിക്കുന്നത്. ഏതായാലും ഈ റിപ്പോർട്ട് വരുമ്പോൾ റിപ്പോർട്ടിന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ നടപടി ഉണ്ടാകും എന്നുള്ള കാര്യം നേരത്തെ തന്നെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസമാണ് DGPയുടെ റിപ്പോർട്ട് തയ്യാറായതും അത് ഇന്നിപ്പോൾ മുഖ്യമന്ത്രിക്ക് നൽകി. മുഖ്യമന്ത്രി വിശദമായി റിപ്പോർട്ട് പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. ഏതായാലും റിപ്പോർട്ടിൽ എം.ആർ. അജിത് കുമാറിനെതിരെ ഗുരുതരമായ കണ്ടെത്തലുകളുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികളിലേക്ക് കൂടി. നോക്കൂ, ഇതുവരെ ഉയർന്നു വന്ന വിവാദങ്ങളൊക്കെയും കുമിള പോലെ പൊട്ടിപ്പോകുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ ഈ മണിക്കൂറിൽ കാണുകയാണ്. ഇന്നാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ മുൻപാകെ എത്തുന്നത്. നോക്കൂ, റിപ്പോർട്ട് കയ്യിൽ കിട്ടി മണിക്കൂറുകൾക്കകം നടപടി എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി എന്തു പറഞ്ഞോ, പാർട്ടി എന്തു പറഞ്ഞോ, സർക്കാർ എന്തു പറഞ്ഞോ അത് തന്നെ ഉണ്ടാകുന്നു എന്നതിന്റെ ഏറ്റവും കൃത്യമായ ഉദാഹരണം നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. ഇപ്പോൾ ഷീജ പറയുന്നതിനനുസരിച്ച് ആ റിപ്പോർട്ടിൽ അജിത് കുമാറിന്റെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു നടപടിയിലേക്ക് കൂടി വരുന്ന പശ്ചാത്തലത്തിൽ ആ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ ലഭ്യമാകുന്നുണ്ടോ ഷീജ? ഏതായാലും റിപ്പോർട്ടിന്റെ ഉള്ളടക്കം നമുക്ക് പൂർണ്ണമായും ലഭ്യമല്ല. പക്ഷേ എം.ആർ. അജിത് കുമാറിനെതിരെ ഗുരുതരമായ കണ്ടെത്തലുകൾ ADGP തയ്യാറാക്കിയിട്ടുള്ള ഈ റിപ്പോർട്ടിൽ അന്വേഷണ റിപ്പോർട്ടിലുണ്ട്. നേരത്തെ തന്നെ നമുക്കറിയാം ADGP എം.ആർ. അജിത് കുമാറിനെതിരെ ആദ്യഘട്ടത്തിൽ PV അൻവറാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട പരാതി ഉന്നയിച്ചത്. പക്ഷേ ഔദ്യോഗികമായ ഒരു പരാതി നൽകുന്നതിന് മുൻപ് തന്നെ എം.ആർ. അജിത് കുമാർ ഉൾപ്പെടെ ഇരിക്കുന്ന വേദിയിൽ വെച്ചാണ് മുഖ്യമന്ത്രി ഇതിൽ അന്വേഷണം പ്രഖ്യാപിക്കുന്നത്, അജിത് കുമാറിനെതിരായിട്ടുള്ള അന്വേഷണം പ്രഖ്യാപിക്കുന്നത്. തുടർന്ന് DGPക്ക് അന്വേഷണ ചുമതല നൽകുന്നത്. DGPയുടെ മേൽനോട്ടത്തിൽ തന്നെയായിരുന്നു അന്വേഷണം നടന്നത്. ഒരു മാസത്തിനകം അന്വേഷണ റിപ്പോർട്ട് നൽകണമെന്ന് പറയുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു മാസം കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കി ADGP എം.ആർ. അജിത് കുമാറിന്റെ ഉൾപ്പെടെ മൊഴി എടുത്തുകൊണ്ടാണ് ഈ ഒരു അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പല ഭാഗത്തു നിന്ന് പല വിഷയത്തിൽ മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്തുന്നത് അടക്കമുള്ള രീതിയിൽ ചോദ്യങ്ങൾ വന്നിരുന്നു. അപ്പോഴും മുഖ്യമന്ത്രി പറഞ്ഞത് ഒരൊറ്റ കാര്യമാണ്, ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ ഓരോ സ്ഥാനത്തിരിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ സാധിക്കില്ല. പക്ഷേ അന്വേഷണ റിപ്പോർട്ടിൽ എന്താണോ ഉള്ളത്, അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ റിപ്പോർട്ടിൽ എം.ആർ. അജിത് കുമാറിനെതിരെ ഗുരുതരമായ കണ്ടെത്തലുകൾ ഉണ്ടെങ്കിൽ അതിൽ നടപടി ഉണ്ടാകും. അതിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും വേണ്ട എന്നുള്ള കാര്യം ഉണ്ടാകില്ല എന്നുള്ള കാര്യം മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ അത്തരത്തിൽ അന്വേഷണ റിപ്പോർട്ടിൽ എം.ആർ. അജിത് കുമാറിനെതിരെ ഗുരുതരമായ വീഴ്ച എം.ആർ. അജിത് കുമാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്നിപ്പോൾ റിപ്പോർട്ട് ലഭിച്ച ഉടൻ തന്നെ മുഖ്യമന്ത്രി അതിൽ വിശദമായി തന്നെ റിപ്പോർട്ട് പരിശോധിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അടിയന്തര നടപടിയിലേക്ക്, അതും ഇന്ന് രാത്രിയോടുകൂടി തന്നെ അടിയന്തര നടപടിയിലേക്ക് കടന്നിരിക്കുന്നതും ക്രമസമാധാന ചുമതലയിൽ നിന്നും ADGP എം.ആർ. അജിത് കുമാറിനെ മാറ്റിയിരിക്കുന്നതും പകരം ചുമതല ഇന്റലിജൻസ് ADGP ആയിട്ടുള്ള മനോജ് എബ്രഹാമിനാണ് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ എം.ആർ. അജിത് കുമാറിനെ മാറ്റിയിരിക്കുന്നത് ബറ്റാലിയനിലേക്കാണ്. അസിത, ഷീജ, ഇതിന്റെ ഒരു നാൾ വഴികൾ കൂടിയുണ്ടല്ലോ. ഷീജ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു വിഷയം മുഖ്യമന്ത്രിയുടെ മുൻപാകെ വരുന്നു. എം.ആർ. അജിത് കുമാർ കൂടി ഇരിക്കുന്ന വേദിയിൽ വെച്ചാണ് അസാധാരണമായ ഒരു പ്രഖ്യാപനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അതിനുശേഷം പിന്നീട് മുഖ്യമന്ത്രി ആവർത്തിക്കുന്നുണ്ട്, ഏതെങ്കിലും ഒരു ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ മാത്രം ഒരു സ്ഥാനത്തു നിന്ന് ഒരു ഉദ്യോഗസ്ഥനെ മാറ്റാൻ കഴിയില്ല, അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് വരട്ടെ, ശേഷം നടപടി. പക്ഷേ ആ കാലയളവിനെ മുഴുവൻ മാധ്യമങ്ങളും വലതുപക്ഷ ശക്തികളൊക്കെ വ്യാഖ്യാനിച്ചത് അജിത് കുമാറിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ അത് മുഖ്യമന്ത്രിയുടെ കൂടി അറിവോടുകൂടിയാണ്, അതുകൊണ്ടാണ് അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ മുഖ്യമന്ത്രിക്ക് കഴിയാത്തത് എന്നുള്ള നിലയിൽ പോലുമുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുന്നു. പക്ഷേ ഈ നടപടി വരുന്നതോടുകൂടി വളരെ കൃത്യമായി റിപ്പോർട്ട് മുന്നിൽ വരുന്നു. മണിക്കൂറുകൾക്കകം നടപടി. മുഖ്യമന്ത്രിക്ക് ആരെയും സംരക്ഷിക്കാനില്ല, സർക്കാരിനൊന്നും ഒളിക്കാനില്ല എന്നതുകൂടിയാണോ പൊതുസമൂഹത്തിന് മുൻപിൽ വെളിവാകുന്നത്?
തീർച്ചയായും അസത, അതിൽ ഒരുവിധ സംശയമില്ല. കാരണം ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വിഷയത്തിലെ തുടക്കം മുതലുള്ള ഇതിന്റെ ഒരു നാൾവഴി പരിശോധിച്ചാൽ അറിയാം ഏത് രീതിയിലാണ് ഇതിൽ സർക്കാർ നടപടി കൈക്കൊണ്ടിട്ടുള്ളത് എന്നത്. കാരണം മുഖ്യമന്ത്രി തന്നെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു. കാരണം ഒരു സർക്കാരിന്റെ ഭാഗമാണ് ഞാൻ, അതുകൊണ്ട് തന്നെ ഈ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നു കൊണ്ട് ആർക്കെതിരെയാണെങ്കിലും ഒരു ആരോപണം വരുമ്പോൾ ഉടനെ അവർക്കെതിരെ നടപടി എന്നുള്ളതല്ല, ആ ആരോപണത്തിൽ കഴമ്പുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. അതിനൊപ്പം തന്നെ ഇതിൽ ഒരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടാകില്ല അന്വേഷണത്തിൽ. കാരണം അതിന് അന്വേഷണം നടത്തിയത് സംസ്ഥാന പോലീസ് മേധാവിയാണ്. പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ തന്നെയാണ് കൃത്യമായ രീതിയിൽ ഈ അന്വേഷണം നടന്നതും. അത് എല്ലാ തലത്തിലുള്ള പരിശോധനയും നടത്തി തന്നെയാണ് DGP മുന്നോട്ട് പോയതും. അതോടൊപ്പം തന്നെ ഇതിൽ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പക്ഷേ ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ കണ്ടെത്തൽ എന്താണോ ആ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കുന്നതിന് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും കാലതാമസവും ഉണ്ടാകില്ല എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ, അന്വേഷണ റിപ്പോർട്ട് ഇന്ന് മാത്രമാണ് മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് എത്തുന്നത്. അതും ഒരു മാസം അന്വേഷണത്തിനുള്ള സമയം നൽകിയിരുന്നു. ആ ഒരു മാസത്തെ അന്വേഷണം പൂർത്തിയാക്കി DGPയുടെ റിപ്പോർട്ട് ഇന്ന് മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് എത്തുന്നു. ആ റിപ്പോർട്ട് വിശദമായി തന്നെ മുഖ്യമന്ത്രി പരിശോധിക്കുന്നു, അതിൽ നടപടിയെടുക്കുന്നു. അതിൽ ഒരു തരത്തിലുള്ള താമസവും മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നും വരുത്തിയിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഇന്ന് റിപ്പോർട്ട് വന്ന അതിൽ വിശദ പരിശോധനയ്ക്ക് ശേഷം നടപടിയിലേക്ക് കടക്കുന്നു. ക്രമസമാധാന ചുമതലയിൽ നിന്നും ഇപ്പോൾ MR അജിത് കുമാറിനെ മാറ്റിയിരിക്കുന്നു, ബറ്റാലിയനിലേക്കുള്ള മാറ്റം. അതുകൊണ്ട് തന്നെ ഇതിൽ മുഖ്യമന്ത്രിക്ക് ആരെയും സംരക്ഷിക്കാനില്ല എന്നുള്ള കാര്യം മുഖ്യമന്ത്രി ആവർത്തിച്ചു പറയുമ്പോൾ അത് ആ രീതിയിൽ അടിവരയിട്ട് വ്യക്തമാക്കുന്ന നടപടി കൂടിയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത് എന്നുള്ളത് തന്നെയാണ് ഈ നടപടിയിലൂടെ വ്യക്തമാകുന്നത്. ഏതായാലും ഈ വിഷയത്തെ രാഷ്ട്രീയപരമായി ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു പ്രതിപക്ഷം തീരുമാനിച്ചിരുന്നത്. കാരണം ഒരു വിഭാഗം മാധ്യമങ്ങളും പ്രതിപക്ഷവും മുഖ്യമന്ത്രിക്കെതിരെയും സർക്കാരിനെതിരെയും വലിയ തരത്തിൽ ഇതൊരു പ്രചരണ ആയുധമാക്കി മാറ്റിയിരുന്നു. അത് കൃത്യമായ രീതിയിൽ മുഖ്യമന്ത്രി വിശദീകരിക്കുകയും ചെയ്തിരുന്നു വാർത്താ സമ്മേളനത്തിൽ. പക്ഷേ ഇത്തരത്തിൽ ഈ വിഷയങ്ങളൊക്കെ രാഷ്ട്രീയപരമായി ഉപയോഗിക്കുമ്പോഴും അത് ആ രീതിയിലുള്ള നടപടിയിൽ നിന്ന് മാറാൻ സാധിക്കുകയില്ല. സർക്കാരിന് സർക്കാരിന്റേതായ മാർഗത്തിലൂടെ മാത്രമേ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ നടപടി സ്വീകരിക്കാൻ സാധിക്കൂ എന്നുള്ള കാര്യം നേരത്തെ തന്നെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള നടപടികൾ സ്വീകരിച്ച് തന്നെയാണ് ഇപ്പോൾ MR അജിത് കുമാറിനെതിരെയുള്ള നടപടിയിലേക്ക് സർക്കാർ എത്തിയിരിക്കുന്നത്. അസിത. ശരി, ശ്രീജിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.